പൗലോസിൻ്റെ പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എഫെസ്യരിലെ 1-ാം അധ്യായത്തിലെ അവസാനത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരിക. അവസാനത്തെ 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഈ അങ്ങനെ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് പുനരുദ്ധാന ശക്തിയായിട്ട് ക്രിസ്തുവിൽ വ്യാപരിച്ചിട്ട് എന്ത് സംഭവിച്ചു? കല്ലറ പൊളിച്ചു, റോമ ഗവൺമെൻറ്റിൻ്റെ ചങ്ങലയെ പൊട്ടിച്ചു, ഇമ്പീരിയൻ മുദ്ര തകർത്തു, പടയാളികളെ നിഷ്പ്രഭരാക്കി പേടിച്ച് വിറച്ച് അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ശിഷ്യഗണത്തിന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അനേകർ പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നോക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളിനകത്ത് നീന്താൻ ശ്രമിക്കുന്നത് പോലെ അത് മറക്കരുത്, നടക്കത്തില്ല. പരിശുദ്ധാത്മാവില്ലാതെ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചകളില്ലെന്ന് ഞാൻ പറയത്തില്ല, അധികാരങ്ങളില്ലെന്ന് ഞാൻ പറയത്തില്ല, കർത്തൃത്വങ്ങളും ശക്തികളും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ലേഖന പഠന പരമ്പരയുടെ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1-ാം അധ്യായം എന്ന് പറയുന്നത് സഭ, സഭയെക്കുറിച്ചാണ്. ഈ അധ്യായം അവസാനിക്കുന്നത് തന്നെ നമ്മൾ കണ്ടില്ലേ, ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന എഫേസ്യ ലേഖനത്തിന് 1-ാം അധ്യായം അവസാനിക്കുന്നത് സഭയ്ക്ക് ഈ പറഞ്ഞതെല്ലാം കൊടുക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സഭയുടെ അതോറിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ, അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ വാഴ്ചകൾ അവിടെ അടങ്ങി നിൽക്കും, അധികാരങ്ങൾ അവിടെ അടങ്ങി നിൽക്കും. അന്ധകാര ലോകാധിപതികളും ദുഷ്ടാത്മ സേനകളും ചലിക്കാൻ കഴിയാത്ത രീതിയിൽ മാറി നിൽക്കാൻ ഇടയായിത്തീരും. പലപ്പോഴും സഭയുടേതായ ആ ഡ്യൂട്ടി നിർവഹിക്കാത്തത് കൊണ്ടാണ് പല സന്ദർഭങ്ങളിലും പരാജയപ്പെടുന്നത് പോലെ തോന്നുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ, ക്രിസ്തുവിൽ വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ഹല്ലേലൂയ, സ്വർഗത്തിൽ വലത്ത് ഭാഗത്തിരുത്തിയ ആ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞു. അത് എല്ലാറ്റിനും മേതെ ക്രിസ്തുവിനെ ഹല്ലേലൂയ പ്രതിഷ്ഠിച്ചു എന്നുള്ള ആ ചിന്ത മനസ്സിലാക്കി, ആ പ്രതിഷ്ഠിച്ച അത് ഹല്ലേലൂയ എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമായിരിക്കും. തല ക്രിസ്തുവാണ്, ശരീരം സഭയാണ് കേട്ടോ. ശിരസില്ലെങ്കിൽ ശരീരമില്ല, ശരീരമില്ലെങ്കിൽ ശിരസില്ല. ഇത് 2 കണക്റ്റഡാണ് കേട്ടോ. അതുകൊണ്ടാണ് കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പറഞ്ഞത്. എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ശൂന്യമാണ്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും, പക്ഷേ ഒന്നും അതിനകത്ത് വിജയിക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ജയജീവിതം നയിച്ച് നിത്യതയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം, അനേകരെ ഒരുക്കാം. 1-ാം അധ്യായം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ദൈവിക ചിന്തകൾ ശാന്തമായിട്ട് ഞങ്ങൾക്ക് നൽകി തന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത എത്ര വലുതാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അത്യന്തം മീതെ ഇരുത്തി എല്ലാം നിറയ്ക്കുന്ന നിറവായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളോട് അറിയിച്ചല്ലോ കർത്താവേ. വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഈ ദൂത് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ച ഈ ലേഖനങ്ങൾ പാഠഭാഗങ്ങളായിട്ട് കുറിച്ചെടുത്ത സൗരങ്ങളെ ജീവിതത്തിൻ്റെ ഈ അർത്ഥപൂർണമായ ജയജീവിതം നയിപ്പാൻ സഹായിക്കാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് കൃപ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവകാരങ്ങളിൽ സകലവും ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.